വെൽക്കം ടു സിറ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂള് റൊട്ടേഷൻ ഓഫ് റിജിഡ് ബോഡീസ് എന്ന് പറയുന്ന പോർഷൻ ആണ് നോക്കാൻ പോകുന്നത്. സെക്കൻഡും തേർഡും മൊഡ്യൂൾസ് വരുന്നത് റൊട്ടേഷൻ മോഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഇൻട്രഡക്ഷൻ പാർട്ടും അടുത്തത് റൊട്ടേഷൻ ഡൈനാമിക്സുമാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ക്ലിയർ? സോ ഇവിടെ വരുന്നത് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ. ഓക്കെ, റൊട്ടേഷൻ വരുമ്പോൾ കടന്നു വരുന്ന ടേം ആണ് ആംഗുലാർ. ആംഗിൾ അല്ലെ, ആംഗിൾ എപ്പോഴാണ് ഉണ്ടാവുക? റൊട്ടേഷൻ ഉണ്ടാവുമ്പോൾ. സോ ആംഗുലാർ എന്ന ടേം വരുന്നത് വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി, ആക്സലറേഷൻ, ആംഗുലാർ ആക്സലറേഷൻ, മൊമെന്റം, ആംഗുലാർ മൊമെന്റം, ഫോഴ്സ്, ടോർക്ക്. ഓക്കെ, ഇത്തരം കൺവേർഷൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ +1 ഫിസിക്സ്. ഓക്കെ, യാ. ദെൻ റൊട്ടേഷൻ വിത്ത് കോൺസ്റ്റന്റ് ആംഗുലാർ ആക്സലറേഷൻ, റിലേറ്റിംഗ് ലീനിയർ ആൻഡ് ആംഗുലാർ കൈനമാറ്റിക്സ്. എന്താ ചില നമ്പർ ഒക്കെ ഇതൊന്നുമില്ല. ഓക്കെ, റിലേറ്റിംഗ് ലീനിയർ ആൻഡ് ആംഗുലാർ കൈനമാറ്റിക്സ്, എനർജി. ദെൻ പാരലൽ ആക്സിസ് തിയറം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേഷൻ. ഇത് പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നമുക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു പോകേണ്ടതുണ്ട്. പാരലൽ ആക്സിസ് തിയറം അഗെയിൻ ഇതെല്ലാം +1 പഠിച്ചതാണ്. അതിനെ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം അടുത്ത മൊഡ്യൂളിന് വേണ്ടിയിട്ട്. അതാണ് ഈ മൊഡ്യൂളിന്റെ ഉദ്ദേശം. ഓക്കെ, നിങ്ങളുടെ റെഫറൻസ് വരുന്നത് യൂണിവേഴ്സിറ്റി ഫിസിക്സ് വിത്ത് മോഡേൺ ഫിസിക്സ്, യങ് ആൻഡ് ഫ്രെഡ്മാൻ, എഡിഷൻ 15 ആണ്. അതിന്റെ ചാപ്റ്റർ 9 സെക്ഷൻ 9.1 to 9.6 ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് അവൈലബിൾ ആണ്, നെറ്റിൽ കയറി വായിക്കാവുന്നതാണ്. ക്ലിയർ? നല്ലൊരു ടെക്സ്റ്റാണ്, കളർഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റാണ്. നോക്കി നോക്കൂ കേട്ടോ. സോ നമുക്ക് എന്തെന്ന് തുടങ്ങാം. ഫസ്റ്റ് ആംഗുലാർ കോർഡിനേറ്റ്. ആംഗുലാർ കോർഡിനേറ്റ് അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയും. സോ വാട്ട് ഈസ് ദാറ്റ്? അതാണ് ചോദ്യം. എന്താണ് ആംഗുലാർ കോർഡിനേറ്റ് ഓർ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആംഗിൾ. എന്ത് തന്നെയാണിത്? ആംഗിൾ തന്നെയാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ച ആംഗിൾ തീറ്റ എന്നുള്ള ആള് തന്നെയാണ് നമ്മളിവിടെ വീണ്ടും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ ഒരു ഡിഗ്രി ലെവലിലേക്ക് കടക്കുമ്പോൾ, സപ്പോസ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ദാറ്റ് റൊട്ടേറ്റ്സ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു വിത്ത് ആൻ ആംഗിൾ തീറ്റ. റൊട്ടേറ്റ് ചെയ്തിട്ട് പുതിയൊരു പൊസിഷൻ പിടിക്കുന്നു. ദിസ് ടൈം we know that this is nothing but radius, this is angle theta, and ഈ ലെങ്ത്തിന്റെ പേരെന്താണോ? ഇറ്റ് ഈസ് കോൾഡ് ആർക്ക് ലെങ്ത് S, denoted with S. Okay, so radius R, angle theta and arc length S, ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, മറന്നു പോകരുതേ. ദാറ്റ് ഈസ് തീറ്റ ഇസ് ഈക്വൽ ടു S ഡിവൈഡഡ് ബൈ R. പക്ഷെ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ഇങ്ങനെ എഴുതാനാണ്, S ഇസ് ഈക്വൽ ടു R തീറ്റ. എല്ലാം ഒന്ന് തന്നെ, ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളല്ലേ അല്ലേ? സോ S ഇസ് ഈക്വൽ ടു R തീറ്റ. ഇത് നമ്മൾ വൺ ഡേ പഠിച്ചതാണ്. എന്താണ്? S ഈസ് ദ ആർക്ക് ലെങ്ത്, R ഈസ് ദ റേഡിയസ് ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ. ഓക്കെ, നൗ ഇവിടെ നമ്മൾ ചെയ്ത കാര്യം ശരിക്കും എന്താ? We connected the concept of angular coordinate or angle or angular displacement with actual length. Arc length is an actual length, right? അപ്പൊ അങ്ങനെ ആക്ച്വൽ ലെങ്തിനായിട്ട് ബന്ധിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, യപ്പ്. സോ
എന്താണ് നമ്മളുടെ ആംഗിളിന്റെ യൂണിറ്റ്? SI യൂണിറ്റ് ഓഫ് ആംഗിൾ എന്താ? ഇറ്റ് ഈസ് റേഡിയൻ. റൈറ്റ്? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഭൂരിഭാഗവും ഡിഗ്രിയാണ്. നമുക്ക് കൂടുതൽ പരിചയമുള്ളത് 90 ഡിഗ്രി, 180 ഡിഗ്രി, 360 ഡിഗ്രി, 45 ഡിഗ്രി. ബട്ട് SI യൂണിറ്റ് ഈസ് റേഡിയൻ. വൈ? ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആണ്, ആംഗിൾ ഈസ് ആക്ച്വലി റിലേറ്റഡ് വിത്ത് സം കൈൻഡ് ഓഫ് ഡിസ്റ്റൻസസ്, അല്ലെ? ഒരു ഡിസ്റ്റൻസസിന്റെ റേഷ്യോയാണ്. സോ ആ നിലയ്ക്ക് മെഷറിംഗ് ആംഗിൾസ് ഇൻ റേഡിയൻസ് കീപ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗിൾ ആൻഡ് ഡിസ്റ്റൻസ് അലോങ് ആർ സിംപ്ലർ. എങ്ങനെയാണ് റേഡിയൻ എന്നുള്ള യൂണിറ്റ് ഡിസ്റ്റൻസുമായുള്ള റിലേഷൻ ക്ലോസ്ലി കീപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് ആദ്യം റേഡിയൻ എന്താണെന്നും ഡിഗ്രിയും റേഡിയനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും കൃത്യമായിട്ട് പഠിക്കണം. അതും നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, SI യൂണിറ്റ് ഓഫ് ആംഗിൾ എന്താണ്? ഈസ് റേഡിയൻ, ഡിനോട്ടഡ് ആസ് RAD, RAD എന്നാണ് എഴുതുക. ഓക്കെ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയൻ ആൻഡ് ഡിഗ്രി? ഓക്കെ, നമുക്ക് അറിയാവുന്നൊരു റിലേഷനാണ് 2π റേഡിയൻ is equal to 360 degree, or pi radian equal to 360 degree. Sorry. Pi radian ആണെങ്കിൽ 180 degree. So my question is, 1 radian എത്ര ഡിഗ്രി ആയിരിക്കും? 1 radian equal to how much degree? എങ്ങനെ കാണും? നോക്കടോ, എപ്പോഴും കാണാപ്പാഠം പഠിച്ചു വെക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവും. അതിനൊരു എളുപ്പവഴിയുണ്ട്, ഞാൻ പറയാം ലാസ്റ്റ്. തൽക്കാലം ഇത് ശ്രദ്ധിക്കൂ. പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ x ഡിഗ്രി ആണ്. ഹൗ ടു ഫൈൻഡ് x? എങ്ങനെയാണോ x കാണുക? ഡിവൈഡ് ബോത്ത്. അപ്പൊ എന്ത് വരും? പൈ ബൈ 1 is equal to 180 degree divided by x, or x is equal to 180 by pi, right? X is equal to 180 by pi. So നമുക്ക് എന്ത് എഴുതാം? 180 by pi, x എന്ന് പറഞ്ഞാൽ 180 by pi ഡിഗ്രി. ഓക്കെ, ഓർ തിരിച്ച് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 degree is equal to pi by 180 radian. 1 degree equal to pi by 180 radian. Or തിരിച്ച് 1 radian is equal to 180 by pi degree. ഇത് തമ്മിൽ മാറിപ്പോവരുത്. You can either use the derivation. ഒന്നും പറയാനില്ല, ഞാനിപ്പോൾ ചെയ്തത് എന്താ? ജസ്റ്റ് അവർ തമ്മിലുള്ള റിലേഷൻ എഴുതി അതിനൊന്ന് ഫോർവേഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഡിഗ്രി ഡിവൈഡ് ചെയ്തിട്ട് കൊണ്ടുവന്നു. സെയിം. അപ്പൊ നമുക്ക് ഇങ്ങനെ 2 റിലേഷൻസ് കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം, ഡിഗ്രിയുടെ സ്പെല്ലിംഗ് തെറ്റിയില്ല, ഒരു കൂടി വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു സാധനം മറന്നു പോകരുത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞത് എങ്ങനെ ഓർത്തു വെക്കാം നോക്കട്ടെ. റേഡിയനിൽ എപ്പോഴും പൈ പ്രസന്റ് ആയിരിക്കും, ഡിഗ്രിയിൽ പൈ ഉണ്ടാവില്ല. ഓക്കെ, 90 ഡിഗ്രി പൈ ഉണ്ടോ? ഇല്ല. 90യുടെ റേഡിയൻ എന്താ? പൈ ബൈ 2. സോ പൈ വന്നാൽ അത് റേഡിയൻ മെഷർമെന്റ് ആണ്. സോ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈ വരണം മേലെ. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈ വരണം മേലെ. പൈ ബൈ 180. ആ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. റേഡിയൻ ഈസ് എലോങ് വിത്ത് പൈ, അല്ലെ? പൈ എപ്പോഴും റേഡിയന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോ
നമുക്ക് എന്ത് പറയാം, π/180 റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കണോ, 360 ഡിഗ്രി കവർ ചെയ്യുന്ന ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് സർക്കിൾ എടുത്താൽ 2π ആണ്. 360 ഡിഗ്രി കവർ ചെയ്യുന്ന ആർക്ക് ലെങ്ത് ഈസ് 2π റേഡിയൻ. ക്ലിയർ? സോ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആംഗിൾ മെഷർമെന്റ് തന്നെയാണ്. ബട്ട് വൈൽ വി ആർ ടേക്കിംഗ് റേഡിയൻ ആസ് എ യൂണിറ്റ്, നമ്മൾ അതിൻ്റെ ആ ലെങ്ത്തുമായുള്ള റിലേഷനെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ റേഡിയൻ ഈസ് ബെറ്റർ ദാൻ ഡിഗ്രി. ഓക്കെ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതി വെക്കണം, ചോദിക്കാം. ഓക്കെ, measuring angles in radians keeps the relation between angle and distance along an arc, അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് കേട്ടോ, സിംപ്ലർ. That's why in the take advantage of radian over degree എന്ന് പറയുന്നത് ഇതാണ്. ഞാനിതൊരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നുണ്ട്, നിങ്ങളൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഒരു കൺവെൻഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. തീറ്റ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. തീറ്റ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ റൊട്ടേഷൻ ഈസ് അലോങ് ആന്റി ക്ലോക്ക് വൈസ് തീറ്റ ഈസ് പോസിറ്റീവ്. ഓക്കെ, തീറ്റ ഈസ് പോസിറ്റീവ് ഇഫ് rotation is anti-clockwise. Theta is negative if the rotation is clockwise. ഓക്കെ, ഈ 2 പോയിന്റുകൾ കൂടി ഓർമ്മയിലുണ്ടാവണം. ഇറ്റ്സ് ജസ്റ്റ് എ കൺവെൻഷൻ, നമ്മൾ അങ്ങനെ എടുത്തു ശീലിച്ചു എന്ന് മാത്രം. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആയിട്ട് എടുത്താൽ ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് വരുന്നു, ഡസന്റ് മാറ്റർ. ഇറ്റ്സ് ജസ്റ്റ് എ കൺവെൻഷൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോവാറ് സാധാരണ മാത്തമാറ്റിക്സ്. ക്ലിയർ? കഴിയും. നൗ ഇഫ് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം.